ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പായസം കുടിക്കാൻ തോന്നി, അതുകൊണ്ട് ചെറുപയർ പായസമാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഈ പായസത്തിന് വേണ്ടി ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് ഒരു പാനിലോട്ടിട്ട് നന്നായിട്ട് ചെറിയ ചൂടിൽ മൂപ്പിച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് ആ ചെറുപയർ പരിപ്പൊന്ന് വെള്ളത്തിൽ കഴുകി അതൊന്ന് അരിച്ച് വെക്കണം. ഈ സമയത്ത് ഞാൻ ഈ പായസത്തിന് വേണ്ടി 2 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി, ഇനി അരിക്കാൻ ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്ത് വെക്കാം. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ച പരിപ്പ് നമ്മളൊരു പാനിലോട്ട് ഇടുവാണ്. ഈ 1 കപ്പ് പരിപ്പിന് ഞാൻ ഇവിടെ 4 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പരിപ്പ് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് നന്നായിട്ടതൊന്ന് സ്മാഷ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലോട്ട് ചേർക്കണം. നന്നായിട്ട് ഇളകി അതുമായിട്ടൊന്ന് ചേർന്ന് വരുമ്പം ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതാദ്യമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയും ഈ ശർക്കരയും രണ്ടാം പാലും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് തിളച്ച് ഒരുവിധം കുറുകി വരണം. ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി നമ്മുടെ ശർക്കരയും പരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ, രണ്ടാം പാല്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1 കപ്പ് ഒന്നാം പാലും കൂടെ ചേർക്കണം. ഒന്നാം പാല് ചേർത്ത് കഴിയുമ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി ഇതുമെല്ലാമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. നമ്മൾ ഈ സമയത്ത് തീ ഒത്തിരി ലോ ഫ്ലെയിമിലായിരിക്കണം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒത്തിരി നേരം നമ്മൾ തിളപ്പിക്കത്തില്ല. ഇപ്പം ഒന്നാം പാലുമായിട്ട് എല്ലാം മിക്സായി. ഇനി നമുക്ക് വേണ്ടിയത് ഇതിനകത്ത് ഞാൻ ഒരു 4-5 ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ചുക്കുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഈ സമയത്ത് ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം നമുക്ക് ആ പായസത്തിന് നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ വരും. ഈ സമയത്ത് തന്നെ ഞാൻ വേറൊരു പാനിൽ ആവശ്യത്തിന് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ചെറിയ തേങ്ങ ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞ് നമ്മൾ വറുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം, നെയ്യ് ചേർത്ത് വറുത്ത്. ഇപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത്. അത് നെയ്ക്കകത്ത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്ത് അത് നന്നായിട്ട് വറുത്ത് കോരി വെക്കണം. കിസ്മിസ് എല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അതും നമ്മൾ കോരിയെടുത്ത് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന പായസത്തിലോട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ പായസത്തിൻ്റെ മുഴുവൻ ഫ്ലെയിം ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ പായസം നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട.
അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ വേണമെങ്കിൽ നന്നായിട്ട് കുടിക്കാൻ ടേസ്റ്റാണ്. ചിലവർക്ക് ഇത് ആറിക്കഴിഞ്ഞ് കുടിക്കാനാണ് ഇഷ്ടം. എല്ലാവരും ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല പായസമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.